പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ സമരം, അതിജീവന സമരം വിജയം നേടിയിട്ട് തിരിച്ചു പോകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലെയും ആശാ വർക്കർമാർ ഒരു ഐതിഹാസികമായ സമരത്തിലാണ്. ഇന്ന് 10ാം ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ വി.ഡി. സതീശൻ സാറ് നമ്മുടെ സമരപ്പത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്ന മഹാസംഗമത്തിൽ 10,000 അണിചേരാൻ പോകുന്നതിന്റെ സംഘാടനത്തിലാണ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആശാ സഹോദരിമാരും. വലിയ സംഗമം നടക്കാൻ പോവുകയാണ്. ആവർത്തിച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മന്ത്രിമാർക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് ഇന്ന് 10ാം ദിവസവും ആശാ സഹോദരിമാർ ഇവിടെ നിലകൊള്ളുന്നത്. നമ്മുടെ പിന്തുണ ഏറെ വരികയാണ്. ഈ സമരവേദിയിൽ വന്ന് നൂറുകണക്കിന് ആളുകൾ, സംഘടനകൾ, വ്യക്തികളെല്ലാം വന്ന് കേവലം പിന്തുണയ്ക്കുക മാത്രമല്ല, അവരുടെ ഇടങ്ങളിൽ കൂടുതൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ വരുവാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഭക്ഷണം തരുവാൻ വേണ്ടി നിരവധി ആളുകൾ വഴിപോക്കമടക്ക് ഈ സമരപ്പന്തലിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമരം വിജയിച്ചിട്ട് മാത്രമേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരിച്ചു പോകുകയുള്ളൂ. അതിന് എത്ര നാൾ വേണ്ടി വന്നാലും അങ്ങനെ മാത്രമേ പോകുള്ളൂ. ഇന്നലെ രാത്രിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന സർക്കാർ കള്ളം പറഞ്ഞു. 2 മാസത്തെ ഓണറേറിയം കുടിശ്ശിക ഇത് അനുവദിച്ചിരിക്കുന്നു. മാധ്യമങ്ങൾ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. ഇതുവരെ ഒരാളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. കള്ളം പറയുന്ന സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ ആശയ്ക്കും 13,200 രൂപ വെച്ച് 2 മാസമായി 26,400 രൂപ തന്നതായി ഇന്നൊരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഒരു ആശയ്ക്കും കിട്ടിയില്ല. ഈ പണം എവിടെ പോയി? അപ്പോൾ 1 മാസം 7,000 രൂപയായിരുന്നു ഓണറേറിയം. വിവിധ രീതിയിൽ അതിനെ വെട്ടിക്കുറിച്ചുകൊണ്ടിരുന്ന ഓണറേറിയം അങ്ങനെ 13,200 രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുന്നു. ഇനി ഓണറേറിയം കിട്ടിയിട്ടേ പോകുള്ളൂ. ഇനി 13,200 രൂപ വെച്ച് 2 മാസത്തെ ഓണറേറിയം അത് ഞങ്ങൾക്ക് തരണം. അപ്പൊ ഒറ്റയടിക്ക് 7,000 രൂപ സർക്കാർ 13,200 എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. ആശാ വർക്കർമാർക്കൊന്നും അതേ കള്ളം വിലപ്പോവില്ല. ഒരു വരികൾക്കിടയിൽ വായിക്കും, അക്ഷരങ്ങൾക്കിടയിൽ വായിക്കാൻ ശേഷിയുള്ള ആശാ വർക്കർമാർ. കാരണം ആരോഗ്യ പ്രവർത്തകരാണ്. നിസ്സാരപ്പെട്ട ആളുകളല്ല. തെറ്റിപ്പോയി. ഈ പൊരിവയിലൊക്കെ 10 ദിവസമായി ഇവിടെ സമരത്തിലാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കണം. കഴിഞ്ഞ് കരിവാളിച്ചിട്ട് നാട്ടുകാർ തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട്, കഞ്ഞി വെച്ച് കുടിച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തുന്നു. ഈ സമരം തകരില്ല, തകർക്കാൻ ആർക്കും സാധ്യവുമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ വ്യക്തിയും കടന്നു വരുമ്പോൾ നമ്മുടെ ഊർജം വീണ്ടും വീണ്ടും കൂടുന്നു. പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സമരം തുടരുകയാണ്. ഈ സമരം വിജയിച്ചു മാത്രമേ തിരിച്ചു പോകുള്ളൂ. നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന മുഴുവൻ ഡിമാൻഡുകളും അത് വിജയിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോവുള്ളൂ. കാസർഗോഡ് മുതൽ ആശാ വർക്കർമാർ വണ്ടികൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ കേരളം പുതിയൊരു സമരം കാണാൻ പോവുകയാണ്. അങ്ങനെ ആരെങ്കിലും പോയി സെറ്റിൽ ചെയ്തിട്ട് വന്നാൽ, എവിടെയെങ്കിലും ചർച്ച നടത്തിയാൽ തീരുന്ന സമരമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ആരാധനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാർ നമ്മുടെ സമരപ്പന്തലിൽ നേരിട്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ സംഘടനയുടെ പേരിൽ, ഈ കേരള പൊതുസമൂഹത്തിന്റെ പേരിൽ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനായി നമ്മുടെ ഈ സംഘടനയെ കേരളത്തിലെമ്പാടും നയിച്ചുകൊണ്ട് ഇന്ന് ഈ ഐതിഹാസിക സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ശ്രീ വി.കെ. സദാനന്ദൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, മറ്റ് സുഹൃത്തുക്കളെ, 10ാം ദിവസത്തിലേക്ക് കടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം കേരളത്തിലെ തൊഴിലാളി സമരങ്ങളിൽ ഒരു പുതിയ അധ്യായം തന്നെ എഴുതി ചേർത്തിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഒരു തൊഴിലാളി സമരം കേരളത്തിലെ ഇത്രമാത്രം പിടിച്ചു കുലുക്കിക്കൊണ്ട് നടന്നിട്ടില്ല. സമരങ്ങൾ കുറയുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു തൊഴിലാളി സമരം, ആശാ വർക്കർമാരുടെ സമരം
അതിശക്തമായി പിടിച്ചു നിന്നുകൊണ്ട് 10ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത്. സർക്കാരിനോട് മറ്റൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. വളരെ മിനിമം ഡിമാൻഡുകൾ മാത്രമേ നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ. 2 വട്ടം ചർച്ചകൾ നടത്തി. അവസാനം മന്ത്രിയുമായി നടത്തിയ ആരോഗ്യ മന്ത്രിയുമായിട്ട് നടത്തുന്ന ചർച്ചയിൽ അവർക്കൊന്നും തരാനുണ്ടായിരുന്നില്ല. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ആലോചിച്ച് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യമാണ് അവർ വിശദീകരിച്ചത്. പക്ഷെ ധനകാര്യ മന്ത്രിയാവട്ടെ വളരെ അത്ഭുതകരമായിട്ട് ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ ഈ കേരളത്തിലെ ആശാവർക്കർമാരുടെ വ്യക്തിത്വം തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗപ്രവേശം ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമുക്കൊന്നേ പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവരിപ്പോ തന്നതുപോലെ ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. ശ്രീമതി എസ് മിനി ഇവിടെ അത് വിശദീകരിച്ചു. ആശാവർക്കർമാർക്ക് ഓണറേറിയം 2 മാസത്തെ കുടിശ്ശിക തന്നിരിക്കുന്നു പറയുന്നു. ഇപ്പോൾ പോലും കിട്ടിയിട്ടില്ല. 2 മാസത്തെ കുടിശ്ശിക തരാൻ പറ്റില്ല അവർക്ക്. 1 മാസത്തെ കുടിശ്ശിക പോലും ഇപ്പോഴും ആരുടെയും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദിവസങ്ങളായി. 11ാം തീയതി പറഞ്ഞതാണ് കുടിശ്ശിക നൽകുന്നു എന്നുള്ള ഓർഡർ, ഉത്തരവ് വന്നതാണ്. അതിന്റെ സർക്കുലർ എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. പിന്നെ ഇന്നലെ എന്തിനാണ് പറയുന്നത്? വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ്. നമ്മൾ നാളെ നടത്താൻ പോകുന്ന ആശാവർക്കർമാരുടെ മഹത്തായ സംഗമത്തെ തകർക്കാൻ വേണ്ടി, അതിനെ എന്തെങ്കിലും ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള അടവാണത് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഈ 7000 രൂപ എന്ന ഓണറേറിയം അത് കിട്ടുന്നില്ല. 10 നിബന്ധനകൾ വെച്ചുകൊണ്ട് പരമാവധി കട്ട് ചെയ്തിട്ടാണ് ആശാവർക്കർമാർക്ക് അത് കിട്ടുന്നത്. 3000-വും 4000-വും രൂപയിൽ അപ്പുറം കിട്ടില്ല. ഇനി 7000 കൂട്ടിയാൽ തന്നെ ഈ കേരളം പോലുള്ള ഇത്രയും ജീവിത നിലവാരം ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ദിവസം കിട്ടുന്നത്, ഈ പാവം ആശാവർക്കർമാർക്ക് കിട്ടുന്നത് 233 രൂപയാണ്. 233 രൂപ കൊണ്ട് എങ്ങനെ ഈ സംസ്ഥാനത്തെ ഒരു കുടുംബം പുലർത്തുമെന്ന് ഈ സർക്കാർ ആലോചിക്കണം. ഇടതുപക്ഷ സർക്കാരാണല്ലോ, അത് ആലോചിക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. അതിലുള്ള വർധനവാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ മറ്റ് പല സംസ്ഥാനങ്ങൾ, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന രീതിയിൽ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ 18 വർഷം ഈ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് വേണ്ടി എല്ലുപുടിയെ പണിയെടുത്ത് പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് ഒരു തുക കൊടുക്കണം. മിനിമം 5 ലക്ഷം രൂപയെങ്കിലും പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് കൊടുക്കണം. ഇതാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം. ഒപ്പം പെൻഷനും. ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ സർക്കാർ തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിലാണ് നീണ്ടുപോകുന്നത്. ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കേരളം മുഴുവൻ തൊഴിലാളികളും, വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ജനങ്ങൾ മുമ്പോട്ട് വന്ന് അകമടിഞ്ഞ് പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മളുടെ ഈ സമരപ്പത്തിൽ എത്തിയിരിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രിയപ്പെട്ട MLA ശ്രീ ഉബൈദുള്ള, മലപ്പുറത്തുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹവും നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അവരെ സ്വീകരിക്കുന്നു. നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കാതെ വളരെ തിരക്കുള്ള ശ്രീ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിനെ ഞാൻ ആദരപൂർവ്വം സംസാരിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ശ്രീ സദാനന്ദൻ, പ്രിയപ്പെട്ട ശ്രീ ഉബൈദുള്ള MLA, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിച്ച ശ്രീമതി മിനി, പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കൾ, ഞാൻ നിരവധി വർഷങ്ങളായി, 1/4 നൂറ്റാണ്ട് കാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ 10 ദിവസമായി നടത്തുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിതിന്റെ 1ാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത്. അന്ന് മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുക. കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരം. കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും വിറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയത്. ഇതൊരു ന്യായമായ സമരമാണ്. കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ വർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലേക്ക്. ഇത് 18 വർഷക്കാലം മുമ്പ് തുടങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ജോലി ചെയ്ത് ഒരു 1-2 മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതിയെന്നാണ്. 18 വർഷം കഴിഞ്ഞപ്പോ ഇപ്പോഴുള്ള ജോലിഭാരം എന്താണ് അല്ലെ? ഗർഭിണികളുടെ കാര്യം, കുട്ടികളുടെ കാര്യം,
പാലിയേറ്റീവ് കെയറിന്റെ കാര്യം, സർവേയുടെ കാര്യം, ഡാറ്റ കളക്ഷൻ, എന്തോരുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു സാധാരണ 8 മണിക്കൂറാണ് ജോലി. ഇതൊരു 16 മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്രയും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ്. ഒന്ന് പറയൂ ഇതാണ് സ്ഥിതി എന്ന്. പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചാണ്. ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണെന്നാണ്. ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ, നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ്. റോഡിലൊന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി, അല്ലെ, ഓരോ വീടുകളിലും കയറി ഇറങ്ങി. എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു. രോഗം ബാധിച്ച് മരിച്ചവരുണ്ട്. ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയമാണ്. ഇപ്പൊ ആരോ പറഞ്ഞു കേട്ടു 13,500 വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു 8,000-9,000 രൂപ വരെ വരാം. പക്ഷെ ഒരു 7,000 രൂപയെ കൂടുതൽ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി. കിട്ടോ? ഇതുവരെ കിട്ടൂല. 7,000 രൂപ ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, 7,000 രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുമ്പോൾ ഈ 13,000 എന്നൊക്കെ കള്ളത്തരം പറയുന്നു. അത് സമരം പൊളിക്കാൻ വേണ്ടിട്ട് പറയുന്നു. അല്ലാതെ 13,000 രൂപയൊന്നും ഒരിക്കലും കിട്ടില്ല. നിങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ കൊടുക്കണമെന്നുള്ളതാണ്. കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് 600 രൂപയാണ് മിനിമം കൂലി. മിനിമം കൂലി ഇല്ലേ? സാധാരണ ജോലി 8 മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂലി എന്ന് പറഞ്ഞാൽ ഇതാ. ഇത് വല്ല ഓഫ് വല്ലതും ഉണ്ടോ? ഒരു ഓഫുമില്ല. ശനിയാഴ്ചയില്ല, ഞായറാഴ്ചയില്ല, തിങ്കളാഴ്ചയില്ല, ഒരു ഓഫുമില്ല. അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം. അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിലില്ല. പിന്നെയല്ല ഞങ്ങളുടെ ജോലിയാണ്, നമുക്ക് ഓഫില്ല എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ജോലിയിൽ ഈ ജോലി ചെയ്യുന്നവരിൽ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ, രാത്രിയും പകലൊന്നുമില്ലാതെ, പകല് വൈകുന്നേരം 6 മണിയാകുമ്പോൾ നിങ്ങളുടെ ജോലി തീരുമോ? ഒരിക്കലും തീരില്ല. പിന്നെയും ആ ജോലി തുടർന്നുകൊണ്ടിരിക്കണം. വീട്ടിൽ ചെന്നാലും എഴുത്തുകൂട്ടാണ്. വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഭർത്താക്കന്മാരൊക്കെ പാവങ്ങളായതുകൊണ്ടാണ്. രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തി കുടിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? എത്ര വൈകിയാലും നിങ്ങളുടെ പണി തീരില്ല. അത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ന്യായമായ ഒരു വേതനം 21,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ്. ജോലിഭാരം കൊണ്ട് ആ ജോലിഭാരത്തിന് അനുരോധമായിട്ടുള്ളതല്ല ഈ ചോദിച്ചിരിക്കുന്ന പണം. തുക കൂടുതലല്ല, ഒട്ടും കൂടുതലല്ല. ജോലി ചെയ്യുന്ന അനുസരിച്ച് കൂടുതലല്ല. ഇതിന്റെയൊക്കെ 4 ജോലി ചെയ്യാത്ത എന്തോരം പേരാണ് എന്തുമാത്രം പൈസ വാങ്ങിച്ചിട്ട് പോകുന്നു. ഒന്നത്. പിന്നെ വിരമിക്കുമ്പോൾ ഒന്നും കൊടുക്കില്ല. ശരി, കാണാന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ പറഞ്ഞു, സ്വാതന്ത്ര്യ മാഷ് പറഞ്ഞു, ബംഗാളിൽ 5 ലക്ഷമുണ്ട്. വേറെ പല സംസ്ഥാനങ്ങളിലുണ്ട്. വിരമിക്കുമ്പോൾ 62 വയസ്സാകുമ്പോൾ നിർത്തിപ്പൊക്കോളാം, ഒന്നും തരൂല, ഇത്രയും ജോലി ചെയ്തിട്ട്. അത് മാറ്റണം. ഒരു 5 ലക്ഷം രൂപയെങ്കിലും വിരമിക്കുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ളത്. പിന്നെ ഓണറേറിയത്തിന് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങളാണ്. ഇത്രയും കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളാണ്. ഇങ്ങനെ ഒരു ജോലിയിലും കേരളത്തിൽ ഇങ്ങനെ അനാവശ്യമായി ഓരോ ദിവസവും പുതിയ ജോലിയാണ്. ഇനി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർവേ നടത്താൻ വന്നാൽ നിങ്ങൾക്ക് പണി. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പുതിയതായി ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കളക്ട് ചെയ്താണ്. എന്ത് സംഭവം തുടങ്ങിയാലും പഞ്ചായത്തിലൊക്കെ വേറെ പാലിയേറ്റീവ് കെയർ ഒക്കെ ഉണ്ട്. പക്ഷെ പണി നിങ്ങളെയാണ്. ഇനി ഡാറ്റ കളക്ട് ചെയ്യാൻ, ആരോഗ്യ ഡാറ്റ കളക്ട് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്തത്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആ കിടപ്പ് രോഗികൾ എത്രയാണ്, ക്യാൻസർ രോഗികൾ എത്രയാണ്, വയ്യാത്തവരെത്രയാണ്, മരിച്ചവരെത്രയാണ്, രോഗികൾ എത്രയാണ്, ഇതെല്ലാത്തിന്റെയും വിവരശേഖരണം നടത്തുന്നൊരു പ്രധാനപ്പെട്ട ജോലിക്ക് വിരമിക്കൽ ആനുകൂല്യം പോലുമില്ല. വളരെ നിസാരമായ ഒരു ഓണറേറിയം മാറ്റി വേതനം ആക്കണം. ഇത് പറയാൻ കാര്യം ന്യായമായ ഒരു കാര്യമാണ്. ന്യായമായ ഒരു കാര്യം. എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ ഇതിന്റെ അകത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് വിചാരിച്ചു വന്നു. പക്ഷെ 2 മന്ത്രിമാരുടെ പ്രസ്താവന. ഒന്ന്, ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണെന്ന്. അനാവശ്യമായ, ഇതെങ്ങനെ അനാവശ്യമാകുന്നത്? ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം. ആദ്യം എന്താണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ?
ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ കുറിച്ച്, ആശാ വർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി. ആ കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ആരോഗ്യരംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ കുത്തിയിറക്കി കൊണ്ടുവന്നാണ് ധനകാര്യമന്ത്രി. അത് കാശില്ലാത്തോണ്ട് പറഞ്ഞ, കയ്യിൽ കാശില്ലാത്തോണ്ട് ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്. അതാണ്. അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുത്തിയിറക്കി സമരം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ, ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ സമരം ചെയ്തല്ലോ. അവരാരെങ്കിലും കുത്തിയിളക്കിയിട്ട് വന്നാണോ? സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സങ്കടങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ. അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറയാം, ഞാനടക്കമുള്ള ആളുകളെ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ്, ഈ 10 ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താ, നമ്മള് അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നത് ഇപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇനി അതിന്റെ പലിശയ്ക്ക് കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട, ആരും ആക്ഷേപിക്കേണ്ട. കേരളത്തിൽ സമരം ചെയ്യുന്നതൊന്നും ഒരു പുത്തരിയല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട്. ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലേ സമരം ചെയ്യുന്നത്. ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ, ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ നിങ്ങൾ വന്ന് കുറെ പേര് ഈ 10 ദിവസമായി ഈ പൊരിവെയിലത്തിരുന്ന് ഈ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപാട് ഈ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയാം. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാം. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല, ഇത് നമ്മുടെ കേരളമാണ്. ഇവിടെ എത്രയോ പേര് സമരം ചെയ്തു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഡസൻ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ എന്നെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമല്ലോ. സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തൊരു സമരം. ഞങ്ങൾ സമരം ചെയ്യാറുണ്ട്, സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട്. സമരം ചെയ്ത ആളുകളെ, അതിന്റെ നേതാക്കളെ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. പറയാ നിയമം ലംഘിച്ചു. എന്ത് നിയമമാണ് ഈ പാവങ്ങൾ ലംഘിച്ചത്? പേടിപ്പിക്കാൻ നോക്കുക. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അന്നും പേടിക്കണ്ട. അത് ആര് സമരം ചെയ്താലും, കേരളത്തിൽ ഏത് പാർട്ടിക്കാർ സമരം ചെയ്താലും, ഏത് സംഘടനകൾ സമരം ചെയ്താലും, നമുക്കെതിരെ, എനിക്കെതിരെ സമരം ചെയ്താലും, ഞങ്ങൾക്കെതിരെ സമരം ചെയ്താൽ അത് അവരുടെ അവകാശമാണ്. ഇവിടെ എന്ത് നിയമ ലംഘനമാണ് ഇവർ നടത്തിയിരിക്കുന്നത്? എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്? കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറെ ആശാവർക്കർമാർ വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ്, അത് എന്തോ നിയമവിരുദ്ധതയാണ്. ഇതിന്റെ ഒരു മാവോയിസ്റ്റുകളാണ്. മാവോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ. മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത്? ആരോടാ പറയേണ്ടത്? ബധിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത്. അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത്? അപ്പൊ കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. കേസെടുക്കുമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരാം. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വരാം നിങ്ങളുടെ കൂടെ. എന്തൊരു മര്യാദയാണ്. പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്ത അതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയും. പിന്നെ ഇപ്പൊ പ്രസംഗം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെല്ലാന്നും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു പിന്മടങ്ങുന്ന ആളൊന്നും അല്ല ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നു അല്ലേ. ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ. തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. കേരളത്തിലെ പ്രതിപക്ഷം, ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം. എല്ലാവരോടും ഈ സമരത്തിന് പിന്തുണ നൽകാൻ മുഴുവൻ നേതാക്കളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സമരം വൻ വിജയമായി മാറും. അതിന്റെ കൂടെ നിങ്ങളുടെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയുമായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ
ഞാൻ കൂടി നേരിട്ട് സംസാരിക്കും എന്നുകൂടി വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഉറച്ച ശബ്ദം നമ്മൾ കേട്ടു. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ ഉറച്ച പിന്തുണ നമുക്ക് ആവേശം തരുന്നതാണ്. നമ്മുടെ സമരം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ നേടിയെടുക്കും വരയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആവേശമാണ് അദ്ദേഹം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. വളരെ ഊർജ്ജമാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. പറഞ്ഞുകൊണ്ട് ഞാൻ വിനീതമായ നന്ദി നമ്മുടെ എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുന്നു. ശ്രീ ഉപേദുള്ള തിരിച്ചു വന്നു ബജറ്റ് തുക അനുവദിച്ച് കിട്ടാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങേണ്ട ജീവനക്കാരുണ്ട്. ഇവിടെ പലതരത്തിലുള്ള കുട്ടികളെ സംരക്ഷിക്കാനും ആ സമരം കഴിഞ്ഞിട്ട് വരാം. അതിനെ കൂടെ അറ്റൻഡ് ചെയ്യണം.